നാളുകളായി അധ്വാനിച്ച് വളർത്തിയ കൃഷി ഒരു ദിവസം കൊണ്ടില്ലാതായി. ഇടുക്കി അടിമാലിയിൽ വനംവകുപ്പിനെതിരെ കർഷകന്റെ പരാതി. 4 ഏക്കറിലെ ഏലകൃഷി മുന്നറിയിപ്പില്ലാതെ വെട്ടി നശിപ്പിച്ചെന്നാണ് പരാതി. എന്നാൽ വനഭൂമിയിലെ കയ്യേറ്റം ഒഴിപ്പിക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് വനംവകുപ്പിന്റെ വിശദീകരണം. അടിമാലി പീച്ചാട് പ്ലാമല സ്വദേശി ബേബിയുടെ കൃഷിയിടത്തിലാണ് നടപടി നടന്നത്. 25 വർഷം മുമ്പ് വാങ്ങിയ ഭൂമിയിൽ വർഷങ്ങളായി ബേബി ഏലകൃഷി ചെയ്തു വരികയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം വനവകുപ്പ് സംഘം സ്ഥലത്തെത്തി കൃഷി പൂർണ്ണമായും വെട്ടിമാറ്റിയെന്നാണ് പരാതി. യാതൊരു മുന്നറിയിപ്പും നൽകാതെയാണ് നടപടി ഉണ്ടായതെന്നും ബേബി പറയുന്നു. കഴിഞ്ഞ 3 മാസമായി വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ മൂലം കടുത്ത ബുദ്ധിമുട്ട് നേരിടുകയാണെന്നും കർഷകൻ ആരോപിക്കുന്നു. 1999 ഞാൻ വിലയ്ക്ക് മേടിച്ച് ആനവറ്റ് വില്ലയിൽ കൃഷി ചെയ്യുന്ന ഭൂമിയാണിത്. ഇത്രയും കാലമായിട്ട് ഞാൻ നട്ടുവളർത്തി ഇത്രയും പഴക്കമുള്ള ഈ ഭൂമിയിൽ യാതൊരു മുന്നറിയിപ്പും കൂടാതെ ഇന്നലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ വന്ന് വെട്ടി നശിപ്പിച്ചിരിക്കുകയാണ് എൻ്റെ കൃഷി മൊത്തം. എനിക്ക് ജീവിക്കാൻ വേറെ ഒരു മാർഗവും ഇല്ല. ആകെ എനിക്കുള്ള സമ്പാദ്യം എന്ന് പറയുന്നത് കൃഷിയാണ്. ഇതുകൊണ്ടാണ് ജീവിക്കണേ. ഇത്രയും കാലം വിലയില്ലാതെ നഷ്ടങ്ങൾ സഹിച്ചു വന്ന് ഈ വർഷം ഇത്തിരി വിലയുണ്ടായി കഴിഞ്ഞപ്പോൾ ഈ രീതിയിൽ എന്നെ നശിപ്പിച്ച് ഇനി ആത്മഹത്യ അല്ലാതെ മറ്റൊരു മാർഗമില്ലാത്ത അവസ്ഥയിലാണ്. 4-5 ഏക്കർ സ്ഥലത്ത് കൃഷിയാണ് വെട്ടി നശിപ്പിച്ച് തകർത്ത് വാരിയിട്ടേക്കുന്നത്. ഇനി എനിക്ക് യാതൊരുവിധ മാർഗങ്ങളുമില്ല. അതേസമയം സർക്കാർ ഭൂമിയിലെ കയ്യേറ്റം നിയമാനുസൃതമായി ഒഴിപ്പിക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് അടിമാലി റേഞ്ച് ഓഫീസറുടെ വിശദീകരണം. നമ്മുടെ ഫീൽഡ് സഞ്ചാരത്തിന്റെ ഭാഗമായിട്ട് നടത്തിയ അന്വേഷണത്തിൽ നിന്നും ഒരു 10ഓളം ഏക്കർ സ്ഥലം കയ്യേറി അവിടെ ഏലം നട്ടതും നടാത്തതുമായിട്ടുള്ള സ്ഥലങ്ങൾ വീണ്ടും നടാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങൾ നമ്മൾ ശ്രദ്ധയിൽപ്പെടുകയും അത് 16/8/2026 അടിമാലി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറും അദ്ദേഹത്തിന്റെ എൻ്റെ സ്റ്റാഫുകളും ചേർന്ന് ഒരു 5 ഏക്കറിന് മേലുള്ള സ്ഥലങ്ങൾ നമ്മൾ ഏലം കയ്യേറ്റം വെട്ടി ഒഴിപ്പിച്ചിട്ടുള്ളതാണ്. കർഷകന്റെ ഭൂമിയുടെ രേഖകളും വനവകുപ്പിന്റെ അവകാശവാദവും പരിശോധിച്ചാൽ മാത്രമേ വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരൂ. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.